ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഗോൾഡിനെ നോക്കാം. ഓക്കെ, ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് അല്ലേ. ഞാൻ നമ്മൾ ട്രേഡ് എടുത്തു പോയി, നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് ഇതായിരുന്നു. നമ്മൾ ഇവിടുന്ന് ആയിരുന്നു ഒരു ബൈ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇവിടെ വന്ന് ഇതുവരെ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, കയറിപ്പോയി. ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്നാലും ടൈം ഡിലേ ആണ് അല്ലേ. 22 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 10 മണിയാണ്. അപ്പൊ ആ ടൈമിലൊന്നും പിന്നെ പുതിയ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് പേഴ്സണലി ഞാൻ നോക്കാറില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു, അത് പോയി. പിന്നെ ഏർലി മോർണിംഗ് വീണ്ടും അത് വന്നിട്ട് എന്ത് ചെയ്തു, ഒരു ചെറിയ മൂവ്മെന്റ് തന്നിട്ട് അത് എന്ത് ചെയ്തു, താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ട്രേഡ് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഇവിടെയുള്ള കംപ്ലീറ്റ് ലിക്വിഡിറ്റീസിന്റെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മാർക്കറ്റ് ഇവിടുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ബേസിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. പക്ഷെ ഇവിടെ ഒന്നും ഒരു വാല്യബിൾ ആയിട്ടുള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകൾ എന്തില്ല, ഇല്ല. പിന്നെ അത് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഇട്ടിട്ട് വേണം അവിടുന്ന് ട്രേഡ് ചെയ്യാൻ. അപ്പൊ പേഴ്സണലി ഞാൻ നോക്കുന്ന ടൈമിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഞാൻ അത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഒരു ട്രേഡ് കയറിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഇപ്പോ എന്റെ ട്രേഡ് റണ്ണിങ്ങിലാണത്. ഏകദേശം ഒരു $100+ അവിടെ പ്രോഫിറ്റിലാണ്. ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. ഒരു $150 അവിടെ എന്തുണ്ട്, പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1:2 കഴിഞ്ഞിട്ടുണ്ട്, 1:2 എബോ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കുറച്ച് അഗ്രസീവ് ട്രേഡ് ആണ്. ഓക്കെ, റിസ്കി ട്രേഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടുന്ന് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ബേസിൽ നോക്കാം. ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് ഫ്രഷേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ട്രേഡേഴ്സ് ഉണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് കുറച്ച് റിസ്കി ആണ്, അഗ്രസീവ് ആണ്. 15 മിനിറ്റ് സെറ്റ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ട്രേഡ്, കാരണം ഡയറക്ഷൻ നമുക്കറിയാം. മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഒന്നും എടുക്കാനില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ്. പക്ഷെ മുകളിലോട്ട് പോകുന്ന ടൈമിൽ എക്സ്ട്രീം വരെ ഒന്നും എന്ത് ചെയ്യേണ്ട, വെക്കണ്ട. കാരണം ഇന്റേണൽസ് തന്നുകൊണ്ട് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിക്വിഡിറ്റീസ് വരെയൊക്കെയാണ്. ഈ ഒരു ലിക്വിഡിറ്റി വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ഓൾറെഡി ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 1:2 ഒക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, കാരണം കുറച്ചുകൂടെ റിസ്കി ട്രേഡ് ആണ്. SL ട്രെയിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല, നമ്മൾ പാനിക് ആവണ്ട, ജസ്റ്റ് വിട്ടുകൊടുക്കുക. മാർക്കറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ, നമ്മൾ അതെന്ത് ചെയ്യാൻ പോകുന്നില്ല, അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ഗോൾഡിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഇനി ലോവർ ടൈം ഫ്രെയിമിലൊക്കെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അവിടുന്ന് എന്ത് ചെയ്യാം, ബൈ സൈഡ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബൈ സൈഡ് ലൈനാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മൾ ഗോൾഡിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ GBP/USD അല്ലെ. GBP/USD നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഒരു ബൈ ആണ് അല്ലെ. ക്ലിയർലി അത് എന്ത് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ GBP നോക്കുന്ന ടൈമിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം 4 ഹവറിന്റെ കാര്യമാണ് അല്ലെ. 4 ഹവറിൽ നമുക്കറിയാം ഓൾറെഡി ഡൗൺലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വന്നു അല്ലെ. ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നു ഡൗൺ ട്രെൻഡ് അല്ലെ. ലോവർ ലോ, അതിന്റെ ലോവർ ഹൈ അല്ലെ. ഇതായിരുന്നു അതിന്റെ ഒരു സ്ട്രക്ചർ വരിക 4 ഹവറിന്റെ കേട്ടോ. ഇത് ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പുൾ ബാക്ക് ചെയ്ത് പ്രീമിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ 4 അവർ സെല്ലിലാണ് കിടക്കുന്നത്. അപ്പൊ 15 മിനിറ്റിൽ നമുക്ക് ഡയറക്ഷൻ എവിടേക്ക് തന്നെയാണ് ബെസ്റ്റ്, സെല്ലിലോട്ട് തന്നെയാണ്. പക്ഷെ 15 മിനിറ്റ് ഇപ്പൊ ഇവിടെ അലൈൻ ആയി നിൽക്കുന്നത് എന്തിലാണ്, നമ്മളെ അപ് ട്രെൻഡിലോട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും ഇവിടുന്നുള്ള ബൈയിങ് പെർസ്പെക്റ്റീവ് എൻട്രീസ് എന്തായിരിക്കും, കുറച്ച് റിസ്കി ആയിരിക്കും. എവിടുന്നും എന്ത് ചെയ്യാം, ഇറങ്ങാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വലിയ റിവാർഡിലോട്ട് എന്ത് ചെയ്യേണ്ട, വെക്കണ്ട. പക്ഷെ എന്നിരുന്നാലും ഫുൾ ബാക്കുകൾ ഉണ്ടാകും. ഫുൾ ബാക്ക് തന്നുകൊണ്ട് 1:3 വരെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അതായത് ഇപ്പൊ ഞാൻ ചെറിയ SL വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ 10 പിപ്പൊക്കെ വെക്കാണ് 1:3 എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാവും, അതുവരെ മാർക്കറ്റ് പോകില്ല. അപ്പൊ നമുക്ക് ഇവിടെ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൗൺലോട്ടുള്ള ട്രേഡ് ആണ്. അപ്പൊ ഡൗൺലോട്ട് വരുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ലോനും കൂടെ ബ്രേക്ക് ചെയ്യണം. 15 മിനിറ്റ് ഇപ്പൊ അപ്സൈഡിലാണ് നിൽക്കുന്നത്. ഇത് മാർക്കറ്റ് താഴത്തോട്ട് വരും. ഓക്കെ, ഡെഫിനറ്റ്ലി താഴത്തോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 15 മിനിറ്റ് ഡൗൺലോട്ട് തിരിഞ്ഞു. അപ്പൊ 4 അവർ ഡൗൺലോട്ട് തിരിഞ്ഞു. 4 അവർ ഡൗൺ ട്രെൻഡിൽ എന്താണ്, എക്സ്പാൻഷൻ ആണ്. 15 മിനിറ്റ് എന്തായി, മെയിൻ ട്രെൻഡ് എവിടേക്ക് മാറി, താഴത്തോട്ട് ഡൗൺലോട്ട് മാറി. പിന്നെ അത് ബേസ് ചെയ്തിട്ട് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് പിടിച്ചു വരാം. അപ്പൊ 4 അവറിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞല്ലോ 4 അവർ നമ്മളിത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 15 മിനിറ്റ് ബൈ ആണെന്ന് പറഞ്ഞിട്ട് വലിയ റിവാർഡും വെച്ചിരിക്കും, അങ്ങോട്ട് മാർക്കറ്റ് എത്തൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 4 അവറും കൂടെ എന്ത് ചെയ്യാൻ പറയുന്നത്, വാച്ച് ചെയ്യാൻ പറയുന്നത് അല്ലെ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പ്ലാൻ പക്ക ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഈ ഒരു പ്ലാൻ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ലിക്വിഡിറ്റീസ് ഫോം ആയി, ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റീസ് ഫോം ആവണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടെ നിർത്താൻ മതി എന്നുള്ളത് അല്ലെ. ലിക്വിഡിറ്റീസ് ഫോം ആയി, ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്തു, എക്സാക്ട് ഇവിടുന്ന് എന്ത് ചെയ്തു, സ്നൈപ്പർ എൻട്രി ആയിട്ട് ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, കയറിപ്പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇനി നോക്കേണ്ടത് സെല്ലിംഗ് പെർസ്പെക്റ്റീവിലുള്ള ട്രേഡ്സ് ആണ്. ഓക്കെ, മാർക്കറ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇന്റേണൽസ് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ആക്കി കൊണ്ടുവരാം. ഓക്കെ, അതിപ്പോ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഹയർ ടൈം ഫ്രെയിം 15 മിനിറ്റ് തന്നെ നോക്കി ട്രേഡ് എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ള സെൽ എൻട്രി നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ടു 1 മിനിറ്റ് നിങ്ങൾക്ക് നോക്കാം. 15 മിനിറ്റിന്റെ സ്ട്രക്ചർ പിടിക്കുക, അതിൽ 1 മിനിറ്റിലാക്കിയിട്ട് എന്ത് ചെയ്യാം,
താഴത്തോട്ട് കൊണ്ടുവരാം. ഇന്റേണൽ സ്ട്രക്ചർ 15 മിനിറ്റ് ഇന്റേണൽ സ്ട്രക്ചർ പിടിച്ചിട്ട്, കാരണം ഡയറക്ഷൻ താഴത്തോട്ടാണെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, അത് ബേസ് ചെയ്തിട്ട് 1 മിനിറ്റിൽ ട്രേഡുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ വരാം. പക്ഷെ അത് കുറച്ച് റിസ്കി ആണ്. ആ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട പോകേണ്ട. നിങ്ങൾ പഠിച്ച, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളതിൽ മാത്രം എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ദെൻ യൂറോ യു എസ് ഡി അല്ല, യൂറോ യു എസ് ഡിനെ പക്ക നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഈ ഒരു ഏരിയ എന്നുള്ളത് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഓൾറെഡി ഈ ഒരു സ്വീപ്പിംഗ് ഒക്കെ നടത്തിയതുകൊണ്ട് പ്രീമിയത്തിലോട്ട് എത്താൻ മാർക്കറ്റ് ചാൻസ് ഇല്ല എന്നുള്ളത് അല്ലെ. കറക്റ്റ് അതുപോലെ തന്നെ ആവുകയും ചെയ്തു അല്ലെ. ഇവിടെ ലിക്വിഡിറ്റീസ് ഇങ്ങനെ ഫോം ആയി, ഏഷ്യന്റെ ഹൈ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഏഷ്യന്റെ ഹൈനൊക്കെ സ്വീപ്പ് ചെയ്ത് ലിക്വിഡിറ്റീസ് ഇങ്ങനെ ഫോം ആയി കറക്റ്റ് ആ ഒരു ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 10 പിപ്പ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് 1:3 വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ ഒരു ട്രേഡ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നലെ ഇവിടെ വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. ഇനി ഇന്ന് ഈ ഒരു ട്രേഡിന്റെ കണ്ടിന്യൂഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഏഷ്യന്റെ മേലുള്ള ഏതെങ്കിലും പോയിന്റ് നോക്കാം. ഏഷ്യന്റെ മേലൊന്നും വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, സ്പെഷ്യലി നമ്മൾ കാണുന്നില്ല. അതെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ 4 ഹവറിന്റെ ഈ ഒരു RB ഒക്കെ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അത് അത്ര ഉറപ്പൊന്നുമില്ല, കാരണം ഓൾറെഡി ആ ഒരു വരവ് കണ്ടിട്ട് എന്താണ്, ഇനി മേലോട്ട് പോകാനുള്ള ചാൻസസ് ഇല്ല. ഓക്കെ, എന്നിരുന്നാലും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്കൊരു സെല്ല് ഫോക്കസ് ചെയ്യാം. ഓക്കെ, 4 ഹവറിന്റെ ഈ ഒരു RBനെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെല്ല് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇന്നലത്തെ പ്ലാനുകളൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ പല പ്ലാൻസും ടൈമിനല്ല എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, അതൊക്കെ ഇതിന്റെ പാർട്ടാണ്. നമുക്കൊരാഴ്ചയിൽ 1-2 ട്രേഡ് പ്രോപ്പർ ആയിട്ട് കിട്ടിയാൽ 2 TP ആണെങ്കിൽ 5%, 6% പ്രോഫിറ്റ് ആയി. അപ്പോൾ അത് മതി നമുക്ക്. ഒരു ഡിസിപ്ലിൻ ട്രേഡറെ സംബന്ധിച്ച്, ഒരു എക്സ്ട്രാ ഇൻകം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് വലിയൊരു ക്യാപിറ്റലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു ടാർഗറ്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, $10,000 തന്നെയാണ്. ഓക്കെ, അതിൽ നമ്മൾ എന്തായാലും എത്തും, സിമ്പിൾ ആയിട്ട് എത്തും. നല്ല മാർക്കറ്റ് കണ്ടീഷൻ ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് എത്തും. നമ്മൾ ഒന്നും കൂടെ ഗ്രോ ആവേണ്ടതുണ്ട്. ഓക്കെ, നമ്മളെ പ്ലാനിങ്സ് ലൈവ് കാണുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യാം. നമുക്ക് നോക്കാം മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് മൂവ് ആവുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. ഇതാണ് നമ്മുടെ യൂറോന്റെ പ്ലാൻ. സെല്ലിംഗ് പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ നോക്കുന്നത്. സെല്ലിംഗ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അവിടെ ബ്രേക്ക് സ്ട്രക്ചർ വരും. സ്ട്രക്ചർ ഒന്നും പുതിയ എന്ത് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ആയിട്ടില്ല. ദെൻ GBP USD നമ്മൾ സെല്ല് തന്നെയാണ് നോക്കുന്നത് അല്ലെ. ബൈ കൗണ്ടർ ആണ്, കാരണം 4 ഹവറിൽ എക്സ്പാൻഷൻ ആണ്. അപ്പൊ നമ്മൾ 15 മിനിറ്റും കൂടെ സെല്ലിനുള്ളത് ഫോക്കസ് ചെയ്തിട്ട് സെല്ലിംഗ് പെർസ്പെക്റ്റീവിലുള്ള എൻട്രീസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, GBP നോക്കുന്നതാണ് സേഫ്. ഓക്കെ, ബൈയിങ് പെർസ്പെക്റ്റീവിലുള്ളത് റിസ്ക് കുറച്ചിട്ട് ചെറിയ റിവാർഡ് 1:2 1:3 മാക്സിമം എന്ത് ചെയ്യുക, എക്സിറ്റ് ആവാൻ വേണ്ടി നോക്കുക, കാരണം ട്രെൻഡ് ഡൗൺലോട്ട് ആണ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഗോൾഡിൽ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നാണ് കയറി പോകുന്നത്. ഇത് ഇനി ഹയർ ടൈം ഫ്രെയിം 15 മിനിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടൂല. ലോവർ ടൈം ഫ്രെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രേഡ്സ് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഓൾറെഡി ഇവിടുന്ന് ട്രേഡ് എന്താണ്, റണ്ണിങ്ങിലാണ്. അത് പോകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, വെയിറ്റ് ചെയ്യാം. നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് ട്രേഡ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു 3 ട്രേഡിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒക്കെ ഒന്ന് മാർക്കറ്റ് മൂവ് ആയി തുടങ്ങും, കാരണം ഇന്ന് കുറച്ച് നേരത്താണ്, 10 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും, മാർക്കറ്റിൽ ഒന്ന് ലിക്വിഡിറ്റീസ് ഒക്കെ ഫോം ആയി മാർക്കറ്റ് ഒന്ന് ഓടട്ടെ. ഓക്കെ, മാർക്കറ്റ് ഒന്ന് മൂവ് ആവട്ടെ, എന്നാലേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തിരുന്നാലും നോക്കുക, ഒരു ഫ്ലോ കിട്ടി, ഡയറക്ഷൻ കിട്ടി, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആവുന്നുള്ളത് നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.